ഹായ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഭയങ്കര മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ശരിക്കും നല്ല മാറ്റം വരുന്നുണ്ട്. അതായത് ഈ സിനിമ എടുക്കുന്നതിൽ നിന്നും പിന്നെ പ്രൊഡക്ഷൻ സമയത്തുള്ളതും പിന്നെ പ്രീ പ്രൊഡക്ഷൻ, ആഫ്റ്റർ പ്രൊഡക്ഷൻ എല്ലാം ഭയങ്കര മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാണ് നമ്മൾ കമ്മിറ്റി കണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷൂട്ടിംഗ് യൂണിറ്റിൽ പോലും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പുറത്താവുന്നു. എല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലത്തെ. അപ്പോൾ അങ്ങനെ ഹേമ കമ്മിറ്റി വളരെയധികം വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്താണെന്നറിയില്ല. ഈ ഓണത്തിന് വളരെ നല്ല സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ കുറച്ച് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന കുറേ ആൾക്കാർ സിനിമ വേണ്ടാന്ന് പറഞ്ഞ് പോയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സിനിമകൾക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ച് നല്ല സിനിമ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ കാണാൻ പോയി. പക്ഷേ പിന്നെ ഈ ഹേമ കമ്മിറ്റി എന്നതിൻ്റെ എഫക്റ്റിൽ തിയേറ്ററിൽ നിന്ന് വിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ കുറച്ച് പടങ്ങൾ അത് പിന്നെയും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിലൊരു കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ആക്ടേഴ്സാണ്, അല്ലെങ്കിൽ സംവിധായകന്മാരാണ്, എഴുത്തുകാരാണ്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, നമ്മൾ ആ ഡ്യൂട്ടി മാത്രം കാണുന്നു. അത് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് അവരുടെ പിന്നാമ്പുറ കഥകളൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നില്ല. അത് നോക്കേണ്ടവർ നോക്കിക്കോളും. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പിടിക്കുകയോ കോടതി നോക്കുകയൊക്കെ ചെയ്തോളും. നമുക്ക് അവരുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ ആ പ്രോഡക്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ള ലെവലിലേക്ക് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ പ്രേക്ഷകർ മാത്രമാണ്. പ്രേക്ഷകർ ഇല്ലെങ്കിൽ ഇവരുടെ വർക്കൊന്നും ബലവത്താവുകയും ചെയ്യില്ല. പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ ശരിക്കും ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആ സിനിമ നമ്മളിൽ എന്ത് ഇമ്പാക്റ്റ് നടത്തി, സിനിമ കഥാപാത്രങ്ങൾ ഒരുക്കിയ സിനിമ, അല്ലാണ്ട് ആ അഭിനേതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല നമുക്ക് ആവശ്യം. കഥാപാത്രങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അതിനുള്ളൊരു അപ്രിസിയേഷൻ കൊടുക്കാം. അത്ര നോക്കിയാൽ മതി. ഇനി അങ്ങോട്ടേക്ക് അത് നോക്കിയാൽ മതിയാവും. കാരണം അവരെ റോൾ മോഡലാക്കി വെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുക. അതൊക്കെ തെറ്റായ കാര്യം എന്നൊക്കെ ഇപ്പോൾ അല്ലേ തന്നെ പ്രൂവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഈ സിനിമാകാരന്മാരൊക്കെ ഈ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൽ വന്നിട്ട് നിങ്ങളിത് വാങ്ങിക്കൂ അത് വാങ്ങിക്കുമെന്ന് പറയണമെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കാര്യം നമ്മളപ്പോഴേക്കും ആലോചിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഒരു സോപ്പിൻ്റെ പരസ്യമാണെങ്കിൽ ഇവർ സോപ്പ് ഉപയോഗിച്ചിട്ടാണോ? അല്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ സ്വതവേ വെളുത്തിരിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഞങ്ങൾ വെളുത്തു. ഇപ്പോൾ പിന്നെ വെളുത്തെന്ന് പറയാനൊന്നും പാടില്ല എന്നൊക്കെ ഉണ്ട്, ബോഡി ഷേമിംഗ് എന്നൊക്കെ വരും. അതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ മുടിയാണെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിനായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപ്ലയൻസിൻ്റെ കാര്യത്തിൽ ഒരു ഫാൻ അടിപൊളി ഫാൻ ആണെന്ന് ഒരാൾ പറയുന്നു, ഒരു സിനിമ വന്നിട്ട് പറയുന്നു, അയാൾക്ക് ആ ഫാനിൻ്റെ പിന്നിലെ ടെക്നിക്കാലിറ്റി സാറിന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ശരിക്കും അതിൽ എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നീഷ്യൻ പറഞ്ഞാലും കുറച്ചുകൂടെ ബെറ്റർ. അതായത് ഇനിയിപ്പോൾ ഇവരെ വെച്ചിട്ട് വലിയ കഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവർ പോപ്പുലാരിറ്റി ആ ഫാക്ടർ ഇപ്പോൾ പോയല്ലോ. ഹേമ കമ്മിറ്റി വന്നവിടെ പോപ്പുലാരിറ്റി ഫാക്ടറൊക്കെ പോയി. ഇനിയിപ്പോൾ വേറെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മനസ്സിലാവണില്ല. അതായത് പെർഫോമൻസ് ഫാക്ടർ മാത്രം നോക്കി അവർ സിനിമയിൽ മാത്രം നോക്കുക. ഇപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാന്മാർക്കോ അല്ലെങ്കിൽ നടികൾക്കൊന്നും ഇത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുക്കണില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ പയ്യെ ആയിരുന്നു, ഇനിയിപ്പോൾ അങ്ങോട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരൊരു കൾട്ട് ഫിഗറായിട്ട് മാറുകയാണ്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവില്ല. ഓരോ ഫീൽഡിലും ഓരോ ടെക്നീഷ്യൻസ് ഉണ്ടാവും, അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാരുണ്ടാവും. നമുക്ക് അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസിനെ നമ്മൾ അംഗീകരിക്കാം, അത് മതിയാവും. ആരാധിക്കേണ്ട കാര്യമൊന്നും എവിടെയില്ല. ശരിക്കും ആരാധന എന്നുള്ള പരിപാടി തന്നെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ആരാധിക്കുക എന്ന് പറയുക. അങ്ങനെ ആരാധിക്കാൻ തോന്നുകയാണെങ്കിൽ അവനോട് തന്നെ ആരാധിക്കുക. അപ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആരാധിച്ച് കിടന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വ്യക്തിത്വം താഴ്ത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഞാൻ ഇത്രയും കാടുകയറി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമ തിരിച്ചു വന്നു തുടങ്ങി പെർഫോമൻസ് ഫാക്ടറിൽ എന്ന് വേണം പറയാൻ. അതിപ്പോൾ ഹേമ കമ്മിറ്റി കാരണമാണോ അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എനിവേ പിന്നെ നമ്മുടെ ഔട്ട്ലുക്കും കുറേ മാറിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അടുത്തിറങ്ങിയ ഒരു പടം ഉണ്ടല്ലോ, വാലിബൻ എന്നുള്ള പടമൊക്കെ ഭയങ്കര ഫ്ലോപ്പ് ഷോ ആയിരുന്നു. അപ്പോൾ അതൊരു ഫാൻറ്റസി ത്രിൽ പോലെ ഇറക്കിയ ഒരു പടമായിരുന്നു. പക്ഷേ ഒട്ടും വിജയിച്ചില്ലാതെ മാത്രം. എന്നുവെച്ചാൽ വിജയിച്ചില്ലാതെ മാത്രമല്ല, നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ ബോറടിച്ച ഒരു പടമാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങിയ ഒരു പടമാണ് ARM എന്ന് വെച്ചാൽ അജയൻ്റെ രണ്ടാമത്തെ മോഷണം. അപ്പോൾ ഈ ഒരു പടം ഫാൻറ്റസി ത്രിൽ ലെവലിൽ ഇറക്കിയതാണ് അത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അത്ര ഗ്രാൻഡായിട്ടുണ്ട്. ജിതിൻ ലാൽ എന്ന പുതിയ സംവിധായകൻ പിന്നെ സുജിത് നമ്പ്യാർ എന്ന തിരക്കഥാകൃത്ത്, ഇവരൊക്കെ നല്ല ഗ്രാൻഡായിട്ടാണ് ആ പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ടോവിനോയുടെ അഭിനയവും വളരെ സൂപ്പറായിട്ടുണ്ട്. ടോവിനോ അതിൽ 3 കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത് 3 കാലഘട്ടത്തിൽ 3 പീരിയഡ്സിലാണ് ആ കഥ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കഥാപാത്രം കേളു എന്നുള്ളൊരു കഥാപാത്രമാണ്. അത് ഒരു പറങ്കികളുടെയും അറബികളുടെയൊക്കെ ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു കഥയിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. രാജാവിൻ്റെ ഭരണസമയത്ത് വരുന്ന ഒരു കഥാപാത്രമാണ് ഈ കേളു എന്നുള്ള കഥാപാത്രം. പുള്ളി ഒരു വീരനായകനാണ്. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരു വീരനായകൻ്റെ പരിവേഷത്തിലുള്ള ഒരു കഥാപാത്രമാണ് കേളു എന്ന് പറഞ്ഞ ആൾ. കേളുവിൻ്റെ മകനാണ് മണിയൻ എന്ന് പറഞ്ഞ ഒരു കള്ളനാണ്. അപ്പോൾ മണിയൻ്റെ ഭാര്യയാണ് മാണിക്യം.
മാണിക്യം സുരഭിയാണ് ചെയ്തേക്കുന്നത്. സുരഭിയുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളി പെർഫോമൻസാണ്, അത് പറയാതെ വയ്യ. അതിൽ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കുന്നത് മണിയനും മാണിക്യവും കൂടിയാണെന്ന് വേണം പറയാൻ. അവരെ കാണാനും അവർ വരുന്ന സീൻ കാണാനായിരിക്കും കൂടുതൽ രസം. ഇതിപ്പോൾ 2Dയിലുണ്ട്, 3Dയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3D വെർഷൻ കാണുകയായിരിക്കും കുറച്ച് രസം തോന്നുന്നു. 3D കാണാൻ നല്ല കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമ്മളെ ഈ ഒരു സിനിമ പറഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മളിപ്പോൾ സിനിമ കാണാൻ ടിക്കറ്റ് കൊടുത്ത് കയറി സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സിനിമയുടെ ഭാഗമായിട്ട് മാറും. അതായത് നമ്മൾ അവരെ കൂടെ ജീവിക്കുകയാണെന്ന ലെവലിൽ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവർ സിനിമ എടുത്തേക്കുന്നത്. അത് തുടക്കം മുതൽ അവസാനം വരെ അവർ കൊണ്ടുപോയിരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ അതിൽ എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ 3D ആണെങ്കിൽ കുറച്ച് നല്ല എഫക്റ്റ് കിട്ടും. 2D ആണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന സിനിമയാണ്. മറ്റേ 3D ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലായി പോകും. ആ ലെവലിലേക്ക് ഈ സിനിമ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ പടത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കിഷ്കിണ്ട കാണാം, അതേപോലെയല്ല ഇത്. പക്ഷേ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും ഈ 2 പടങ്ങളും ഗ്രാൻഡാണെന്നേ പറഞ്ഞു പറ്റും. അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം എന്നുള്ള ഈ പടം മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല, അതായത് ഫാൻറ്റസി ത്രില്ലർ എന്ന ലെവലിൽ ഇറങ്ങിയ, എനിക്കിപ്പോൾ ഗുരു ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അന്നത്തെ കാലത്ത് അത് ഏറ്റവും നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് പൊളിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മലയാളത്തിൽ നിന്ന് വന്ന ഫാൻറ്റസി ത്രില്ലർ എന്ന നിലയിൽ വന്നേക്കണ ഒരു മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഗുരുവിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ 2 ലോകങ്ങളുണ്ട്. ഒന്ന് സ്വപ്നലോകത്ത് പോയിട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ പ്രസൻറ്റ് ലോകമുണ്ട്. ഇതിലുണ്ട് ഇന്നത്തെ, അതായത് ഇപ്പോൾ ജനാധിപത്യം വന്ന സമയത്തുള്ള. അപ്പോൾ ആദ്യം രാജാവിൻ്റെ കാലത്തുള്ള കേളു എന്നുള്ള ഒരു വീര കഥാപാത്രം. 2 ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നേക്കണ മാണിക്യൻ എന്ന കള്ളൻ എന്ന കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഈ മാണിക്യൻ്റെ മകൻ്റെ മകനായ അജയൻ എന്ന, അതായത് ഇപ്പോൾ ഈ 1990s ആ ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1990s അജയൻ ശരിക്കും പറഞ്ഞാൽ കള്ളനല്ല, പക്ഷെ കള്ളനാക്കപ്പെടുക എന്ന ലെവലിലേക്ക് പോണ കാര്യങ്ങളൊക്കെയാണ്. ബാക്കി നിങ്ങൾ ആ സിനിമ കാണുക. സിനിമ എന്തായാലും ഇത് മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടം തന്നെയാണ്. ഇല്ലെങ്കിൽ വേണം നഷ്ടം എന്നാണ് പറയാം. കാരണം നമ്മുടെ ഭാഷയിൽ നിന്ന് വന്നേക്കണതിൽ ഈ ഫാൻസി ത്രില്ലറിൽ ഏറ്റവും നല്ല, ഇതുവരെ ഇറങ്ങിയ പടങ്ങളിൽ ഏറ്റവും നല്ല ടെക്നിക്കൽ പെർഫെക്ഷനും ഈവൻ മ്യൂസിക്കും സൗണ്ടും എല്ലാം വെച്ചിട്ട് ഇറങ്ങിയേക്കണ, വിജയിച്ച, ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ വിജയിച്ചെന്ന് ഇപ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റും. അത് നമ്മൾ 100% ഉറപ്പായിട്ട് പറയാൻ പറ്റിയ കാര്യമാണ്. വിജയിച്ച ഒരു പടമാണ് ഈ അജയൻ്റെ രണ്ടാം മോഷണം. അപ്പോൾ അത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിലൂടെ തന്നെ കാണുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസിലും ആ ഒരു ലെവലിൽ നിന്ന് കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് 3D ആയിട്ടിരുന്ന് കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഉള്ള ശരിക്കുമുള്ള ഒരു സംതൃപ്തി കിട്ടുക. ഇത് പോകുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും നമുക്ക് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റമില്ല. ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും നല്ല ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എനിക്കും പറയാൻ തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന എല്ലാവർക്കും പറയാൻ തോന്നിയ ഒരു പടമാണിത്. ഇതിൽ സുരഭിയുടെ ക്യാരക്ടറിന് പ്രത്യേകം നമ്മൾ പ്രശംസ ചുരിഞ്ഞു പോകേണ്ട ഒരു ലെവലിലേക്കാണ്. കാരണം അവർ നന്നായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ടോവിനോ 3 വ്യത്യസ്ത ആൾക്കാരാണെന്ന് തോന്നും. അതായത് ഒരേ നടൻ 3 കാലഘട്ടത്തിൽ അവതരിപ്പിച്ച 3 കഥാപാത്രങ്ങൾ വ്യത്യസ്തരായ 3 ആൾക്കാരാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലാണ്. ഇതിൽ കളരി അഭ്യാസിയാണ് അജയനും എല്ലാവരും. ഈ പറഞ്ഞ 3 കഥാപാത്രം കളരി അഭ്യാസത്തിലായിരിക്കും. രണ്ടാമത്തെ മാണിക്കിനും അതെ. അപ്പോൾ ഇവരുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്ന് ഓവറായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഈ പഴയ ഈ പീരിയഡ് മൂവീസിലൊക്കെ കുറേയൊക്കെ നമുക്ക് ബോറടിച്ച് പോകുമായിരുന്നു. അതായത് കുറച്ചൊക്കെ ഓവറല്ലേ എന്നൊക്കെ. പക്ഷേ ഇതിലങ്ങനെ ഓവറായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതായത് ഒരു നായക പരിവേഷം കൊടുക്കാൻ വേണ്ടി ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവരുടെ ആ കഥാപാത്രങ്ങളുടെ ആ ഒരു മൂവ്മെൻറ്റിലും ആ ഒരു ഫ്ലോയിലും നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവരായിട്ട് ചാർത്തി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഈ വാലിബൻ എന്നുള്ള സംഭവത്തിലൊക്കെ വരുമ്പോൾ തന്നെ ഒരു വീരനായകനാണ് വരുന്നത് എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം വീരനായകൻ പോയിട്ട് ഒന്നുമല്ല എന്ന ലെവലിലേക്കൊക്കെയാണ് ആ സിനിമയെ പറ്റി നമ്മൾ പറയാണ്ടിരിക്കുകയാണത്. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് നല്ല ക്ലാസ്സായിട്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിന് കണ്ടില്ലെങ്കിൽ പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് റിലീസൊക്കെ ചെയ്യുമ്പോഴേക്കും കാണാൻ പറ്റുക. അപ്പോൾ അതിപ്പോൾ ഈ ഒരു സമയത്ത് ഓണത്തിനൊക്കെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല മൂവികളെന്താണ് ARM. അതിൻ്റെ പോസ്റ്റേഴ്സും നല്ല രസമുണ്ട്. നമുക്ക് അതിന് നെഗറ്റീവ് ഒന്നും പറയാൻ തോന്നില്ല. അതാ ഏറ്റവും രസം. ശരിക്കും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സ്ക്രിപ്റ്റ് റൈറ്ററും, ചിലർ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഇങ്ങനെ വലിഞ്ഞു നീട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണുമ്പോൾ തോന്നിയൊന്നുമില്ല. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്ഷനും അഭിനയവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും മസ്റ്റ് വാച്ചബിൾ മൂവിയാണ് ഈ അജയൻ്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ ARM എന്നുള്ളത്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.